ആദ്യം ഇതിന്റെ ടൈറ്റില് ലവ് ജിഹാദ് അതാ ഞാൻ ചോദിച്ചത്. ലവ് ജിഹാദ് എന്നായിരുന്നു അതിന്റെ ടൈറ്റില്. അപ്പൊ പിന്നെ സിനിമയൊക്കെ എല്ലാം വർക്ക് കഴിഞ്ഞപ്പോ അതൊരു വിവാദമാകുമല്ലോ എന്ന ചർച്ചയിലാണ് ആ ടൈറ്റിൽ മാറ്റാമെന്ന് തീരുമാനിക്കുകയും ശിവൻ സാറ് എന്നാലും എന്റെ അളിയ എന്ന് പറയുന്ന ടൈറ്റില്. പക്ഷെ ലവ് ജിഹാദ് സിനിമയ്ക്ക് നന്നായി ചേരുന്ന ഒരു ടൈറ്റിലായിട്ട് എങ്കിലും അല്ല, ഇതിലാകുമ്പോ ഒരു ഹ്യൂമർ, അതും ഹ്യൂമറിലുണ്ട്. എന്റെ പാറ്റേൺ ഹ്യൂമറാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നും ഹ്യൂമർ പാറ്റേൺ ആയി എന്ന രീതിയിൽ അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അത് 12 ദിവസം ഒരു ഷെഡ്യൂള്, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 13 ദിവസം വരുന്ന അടുത്ത ഷെഡ്യൂള്. അതിന് 12 ദിവസം നമ്മൾ ഉറങ്ങുന്നത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം ഉറങ്ങുന്നത്. രാവിലെ 4 മണി വരെ ഷൂട്ട് ചെയ്യും. കിടന്ന് ഉറങ്ങുമ്പോഴാണ് മഹേഷേട്ടൻ പറയുന്നത് നാളെ രാവിലെ 6 മണിക്ക് ഷൂട്ട്. പുള്ളിയാണെങ്കിൽ ഭയങ്കര പഞ്ച്വാലിറ്റി. 6 മണി എന്ന് പറഞ്ഞാൽ ഷാർപ്പ് 6 മണിക്ക് എത്തിയിരിക്കണം. ഇബ്രാഹിമിക്കൂടെ വേറെ ആരാണ്ടൊക്കെ പോയിട്ട് ജാഫർക്ക് ആർട്ടിസ്റ്റൊക്കെ ചൂടായിരിക്കുക. എന്റെ സമയദോഷത്തിന് ഞാനൊന്നും മയങ്ങിട്ട് ഇടയ്ക്ക് വന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇദ്ദേഹം വലിയ സിംഹമുടയത് ചാടി വരുന്നതാണ്. ഞാൻ റൈറ്ററാ പറ്റി എന്റെ പേര് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ എന്തുവാ നേരത്തെ ആരൊക്കെയോ പ്രേമിക്കൂടെ പോയി. അത് എന്റെ അടുത്ത് ഞാൻ എന്റെ അടുത്ത് സ്ക്രിപ്റ്റ് റൈറ്റ് എടുത്ത് സോറി എന്റെ കളി പോയി. സലിംകുമാരേട്ടൻ എന്റെ ആരാധകനാണ്, ജാഫർക്ക് ആരാധകനാണ്, വിഘ്നസ് ചേട്ടൻ എന്റെ ആരാധകനാണ്, ഷാജോൻ ചേട്ടൻ എന്റെ ആരാധകനാണ്, മണിമൂർ രാജേഷനുണ്ട്, ഭാഷാണ ഷാജിയുണ്ട്, ഓപ്പറ രാജേഷ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ചെയ്തു വന്ന സംഭവം എന്റെ ആരാധകനാണെന്ന് പറയുന്നത് അവരെല്ലാം എന്റെ ആരാധകരാണ്. കഥാപാത്രങ്ങൾ ഈ നടന്മാര് അവരുടെ ആരാധകരല്ലേ എന്ത് സാർ ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് ഞാൻ അവരെ ആരാധിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ റിവ്യൂ മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ നിങ്ങൾ കുടുംബത്തോടൊപ്പം, പേരറിയാവുന്ന കുടുംബശ്രീ അല്ല, കുടുംബസ്ത്രീയും കുഞ്ഞാട്, അത് കാണാൻ എല്ലാവരും തിയേറ്ററിൽ വന്നാൽ കാണാൻ പറ്റും, എൻജോയ് ചെയ്യുന്ന 100% ഉറപ്പാണ്. ഹായ് എവരിവൺ, കുടുംബശ്രീയും കുഞ്ഞാടും എന്ന സിനിമയുടെ റൈറ്ററും DOP ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം സാർ. നമസ്കാരം. അപ്പൊ ശ്രീകുമാർ സാറും ലോവൽ സാറും. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താലോ. സാറിനെ പറ്റിയിട്ട് പറഞ്ഞ. ഞാൻ കുടുംബശ്രീ കുഞ്ഞാടിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പേര് ശ്രീകുമാർ അതൊക്കെ. എന്റെ ആദ്യ സിനിമ കഴിഞ്ഞ വർഷം ഇറങ്ങി മാജിക് ഫിലിംസിന്റെ ബാനറിൽ ക്രിസ്ത്യൻ സാറ് പ്രൊഡ്യൂസ് ചെയ്ത ദുബായ് ഷൂട്ട് കഴിഞ്ഞ എന്നാലും എന്റെ അടിയ സിദ്ദീഖ് ഏട്ടൻ, ലെന, സുരാജ് ഏട്ടൻ ചെയ്ത എന്നാലും എന്റെ അടുത്ത സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അതിനുശേഷം ഞാൻ എഴുതുന്ന രണ്ടാമത്തെ ചിത്രമാണ് കുടുംബശ്രീ. ഞാൻ എന്റെ 3ാമത്തെ ഫിലിമാണ്. ഫസ്റ്റ് ഫിലിം ജോഷുവ എന്ന് പറഞ്ഞിട്ട്, രണ്ടാമത്തത് സിഗ്നേച്ചർ, 3ാമത്തതാണ് കുടുംബശ്രീ കുഞ്ഞാട്. ഇത് മഹേഷേട്ടൻ വഴിയാണ് എനിക്ക് ഈ മൂവി വരുന്നത്. അപ്പൊ ഈ കുടുംബശ്രീയും കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു കുടുംബ ചിത്രം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എങ്ങനെ ഈ ത്രെഡ് കേട്ടപ്പോ അങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെയാണോ ഡിസൈഡ്? അത് ഇതിന്റെ ഡയറക്ടർ മഹേഷേട്ടൻ ചെയ്ത ചങ്ങാതിപ്പൂച്ച മൈ ബിഗ് ഫാദർ, മഹേഷേട്ടന്റെ സിനിമയും കുടുംബചിത്രമാണ്. ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയ എന്നാലും എന്റെ അടിയും കുടുംബചിത്രമാണ്. ഞങ്ങൾ രണ്ടുപേരും ഫാമിലി സബ്ജക്റ്റിന്റെ ആൾക്കാരായിട്ടാണ് ഈ കഥ ഫോമായി വന്നപ്പോൾ എന്നെ ക്ഷണിക്കുകയും പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ബെന്നി സാറിനെ കണ്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അപ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തൊരു സ്ക്രിപ്റ്റാണിത്. അപ്പോൾ പിന്നെ എനിക്കൊരു വേറെ സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമയുടെ ടൈറ്റിൽ ഇട്ടത് പ്രൊഡ്യൂസർ ശിവൻ സാറാണ്, എന്നാലും എൻ്റെ അടിയ. ഇതിന്റെയും ടൈറ്റിൽ ഇട്ടത് ഇതിന്റെ പ്രൊഡ്യൂസർ സാറാണ്, കുടുംബശ്രീ കുഞ്ഞാട്. ഇപ്പൊ ടൈറ്റിലിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഇപ്പൊ എന്നാലും എന്റെ അളിയ കുടുംബശ്രീയും കുഞ്ഞാടും. ഈ എന്നാലും എന്റെ അളിയുടെ ടൈറ്റിൽ രണ്ടാമത് മാറ്റേണ്ടി വന്നില്ലേ, ആ ഒരു പ്രശ്നമൊക്കെ വന്നിട്ട്? അപ്പൊ ആദ്യത്തെ ടൈറ്റിലും ഇട്ടത് ലിസ്റ്റിൻ സാർ തന്നെ ആയിരുന്നോ? അല്ല, ആദ്യം ഇതിന്റെ ടൈറ്റില് ലവ് ജിഹാദ്. അതാ ഞാൻ ചോദിച്ചത്. ലവ് ജിഹാദ് എന്നായിരുന്നു അതിന്റെ ടൈറ്റില്. അപ്പൊ പിന്നെ സിനിമയൊക്കെ എല്ലാം വർക്ക് കഴിഞ്ഞപ്പോ അതൊരു വിവാദമാകുമല്ലോ എന്ന ചർച്ചയിലാണ് ആ ടൈറ്റിൽ മാറ്റാമെന്ന് തീരുമാനിക്കുകയും ശിവൻ സാറ് എന്നാലും എന്റെ അളിയ എന്ന് പറയുന്ന ടൈറ്റില്
പക്ഷെ ലവ് ജിഹാദ് സിനിമയ്ക്ക് നന്നായി ചേരുന്ന ഒരു ടൈറ്റിലായിട്ട്. എങ്കിലും അല്ല, ഇതിലാകുമ്പോ ഒരു ഹ്യൂമർ, അതും ഹ്യൂമറിലുണ്ട്. എന്റെ പാറ്റേൺ ഹ്യൂമറാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നും ഒരു ഹ്യൂമർ പാറ്റേൺ ആയി എന്ന രീതിയിൽ അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ലെനയുടെയും ആ ഒരു കോംബോ ശരിയാ, അടിപൊളിയായിരുന്നു. എനിക്ക് അതിൽ നിന്നാണ് നമ്മുടെ ഫൗണ്ടേഷൻ. അത് കണ്ടിട്ടാണ് എനിക്കിപ്പോ വിളി വരുന്നത്, ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സിനിമയിൽ ഇപ്പൊ ഭയങ്കര ഹ്യൂമർ വർക്ക്ഔട്ട് ആയല്ലോ. അതേപോലെ നമ്മുടെ ഈ കുടുംബശ്രീയും കുഞ്ഞാടിലും ഹ്യൂമർ എലമെന്റ് ഭയങ്കര കൂടുതലാണ്. അത് ഇപ്പൊ ആനുകാലിക വിഷയങ്ങള് കോർത്തിണക്കിക്കൊണ്ട്, അതിപ്പം പറയാം, ഒരു പൂർവ്വ വിദ്യാർത്ഥി, ഒരു പ്രവാസിയുടെ ഭാര്യ, ഈ കഥ പുറത്ത് വന്നതാണ്. ഒരു പ്രവാസിയുടെ സുന്ദരിയായ ഭാര്യ, മക്കളില്ല. അപ്പൊ അവര് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ആ ഭർത്താവിനുണ്ടാവുന്ന സംശയങ്ങളും എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു സംഭവം നമ്മൾ വർക്കൗട്ട് ചെയ്യും. ഇതിനകത്ത് ആട്ടവും, അതെന്റെ ക്യാപ്ഷൻ ഇതാണ്: ആട്ടവും പാട്ടും ചിരിയും ചിന്തയുമായി അവർ വരുന്നു കുടുംബശ്രീക്ക്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇന്നലെ ഇറങ്ങിയ എം ജി ശ്രീമാന്റെ പ്രീമിയം ടീമിൽ ഇറങ്ങിയ പാട്ട് ഇന്നലെ ഇറങ്ങി, അത് വൈറലാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാടൻ പാട്ടിന്റെ മകൻ മണികണ്ഠൻ ഇറങ്ങിയ ആ പാട്ടും വൈറലാണ്. അപ്പൊ 2 പാട്ടുകളും വൈറലായി. അപ്പം കുടുംബ പ്രേക്ഷകരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഹ്യൂമറുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, വലിയ ഗിമിക്സ് ഒന്നും ഇല്ലാതെ 2 മണിക്കൂർ അടിപൊളിയായിട്ട് വന്ന് ചിരിച്ച് നല്ല പാട്ടൊക്കെ കേട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് പോകാന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ അണിയറ പ്രവർത്തകർക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം ഞങ്ങൾ അത്ര ജോഡിയായിട്ടാണ് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ മാറിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ പണിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്റർവ്യൂവിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ലൊക്കേഷനിൽ ഫഡിയായിരുന്നു പറയാ. കാരണം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ടൈറ്റ് ഷെഡ്യൂൾ. കാരണം ലൊക്കേഷൻ ഇച്ചിരി സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റിയ സ്ക്രിപ്റ്റ് റൈറ്റർ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറക്കമില്ല. ഫുൾ നൈറ്റ് സീനാണ് എഴുതിക്കൊണ്ടുവരുന്നത്. ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നോ? അപ്പൊ ഉറക്കമില്ല എന്നുള്ളതാണ്. അതായത് 12 ദിവസം ഒരു ഷെഡ്യൂള്, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 13 ദിവസം വരുന്ന അടുത്ത ഷെഡ്യൂള്. ആദ്യത്തെ ഈ 12 ദിവസം നമ്മൾ ഉറങ്ങുന്നത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം ഉറങ്ങുന്നത്. രാവിലെ 4 മണി വരെ ഷൂട്ട് ചെയ്യും. കിടന്ന് ഉറങ്ങുമ്പോഴാണ് മഹേഷിയുടെ പറയും നാളെ രാവിലെ 6 മണിക്ക്. പുള്ളിയാണെങ്കിൽ ഭയങ്കര പഞ്ച്വാലിറ്റി. 6 മണി എന്ന് പറഞ്ഞാൽ ഷാർപ്പ് 6 മണിക്ക് എത്തിയിരിക്കണം. ഒരു ദിവസം വണ്ടി എടുത്തോണ്ട് പോയി പുള്ളി 6 മണിക്ക് എത്താനിട്ട് 6:02 ആയപ്പോ നമ്മള് 6:02 ഞങ്ങള് താഴെ എത്തി. പക്ഷെ വണ്ടിയില്ല. വിളിച്ചു ചോദിച്ചപ്പോ പറയാണ് ഡയറക്ടർ വണ്ടിയായിട്ട് പോയെന്ന്. 6 മണി. പിന്നെ ഞങ്ങള് വരണ്ടേ, നിങ്ങൾ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ വണ്ടി ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ 2ാമത് ആ വണ്ടി വിട്ട് ഞങ്ങൾ പോകുന്നത്. ഭയങ്കര ഷാർപ്പ് ഡ്രൈവറില് ഞങ്ങൾ തമ്മിൽ ഫണ്ണി മൂടെന്ന് പറഞ്ഞാല്, അപ്പൊ ഇവര് പകരം കിളി പോയി ഷൂട്ട് ചെയ്തത്. അല്ല, ഇവര് നമ്മുടെ ധ്യാന ടീമൊക്കെ നാടൻ പാട്ടിന്റെ ഒരു ആദ്യമായിട്ട് ഗാനമേള ആ ടീം. അപ്പൊ നൈറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ എപ്പോ വിശ്രമിച്ച് എപ്പോ ഞാൻ ഇതുവഴി നടന്നു പോയാലും ഞാൻ എവിടെ വന്നു വരും ക്യാമറയുടെ മുമ്പിൽ. ഫ്രെയിമിൽ കൂടെ പോണാണ് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഒരു ദിവസം ഫ്രെയിമിൽ കൂടെ വേറെ ആരാണ്ടൊക്കെ പോയിട്ട് ജാഫറൊക്കെ ആർട്ടിസ്റ്റൊക്കെ ചൂടായിരിക്കുക. എന്റെ സമയദോഷത്തിന് ഞാനൊന്നും മയങ്ങിട്ട് ഇണീറ്റ് വന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇദ്ദേഹം വല്ല സിംഹമടയിൽ ചാടി വരുന്നതാണ്. ഞാൻ റൈറ്ററാ പറ്റി എന്റെ നേരെ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ എന്തുവാ നേരത്തെ ആരൊക്കെയും ഫ്രെയിമിൽ കൂടെ പോയി. അത് എന്റെ അടുത്ത് ഞാൻ എന്റെ അടുത്ത് സ്ക്രിപ്റ്റ് റൈറ്റ് എടുത്ത് സോറി എന്റെ കളി പോയി. ഇറങ്ങി വന്ന് ആർട്ടിസ്റ്റ് വേറെ എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഫ്രെയിമിൽ കൂടെ ബാക്കി കൂടെ പൊക്കോണ്ടിരിക്കുക. അങ്ങനെ വളരെ രസകരമായിട്ട്. പിന്നെ നമ്മുടെ ഈ സിനിമയില് നമ്മുടെ പ്രൊഡ്യൂസർ ഒരു നല്ലൊരു വേഷം സാറ് നല്ല മനോഹരമായ വേഷം ഇത് പ്രവാസി സണ്ണി എന്നുള്ള വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരനിരയാണ് ധ്യാൻ ശ്രീനിവാസൻ, അന്നാരാജൻ, കലാഭൂ ഷാജോൻ ചേട്ടൻ, ഷാജോൻ ചേട്ടൻ, ജാഫർ ഇടുക്കി ചേട്ടൻ, ഇന്നസ് ബക്കു ചേട്ടൻ, സലിംകുമാർ ഏട്ടൻ, പാഷാണ ഷാജി ചേട്ടൻ, കോബ്ര രാജേഷ്, ശ്രീകുമാർ, ഇവരെല്ലാരും ഉണ്ട്. ഞാൻ പിന്നെ സന്തോഷം പങ്കുവയ്ക്കും. ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് മനസ്സിൽ ഉദ്ദേശിച്ചോ അതെല്ലാം നമ്മുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും സമ്മതിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പക്ക, അതായത് ഇപ്പൊ ഒരു
സത്യനന്ദിക്കാട് സാർ പറഞ്ഞ ഡയലോഗ് ഉണ്ട്. അദ്ദേഹം ഒന്ന് മാറി ചിന്തിച്ച് ചെയ്ത പടമാണ് ഇത് മോഹൻലാലിന്റെ പിങ്കാണ്. അത് വർക്കൗട്ട് ആവാൻ കക്ഷി എങ്ങോട്ട് തിരിച്ചു പോയിട്ടുണ്ട്, കുടുംബ പ്രേക്ഷകരുടെ പോയി. അതുകൊണ്ട് ആ സംവിധായകൻ അന്നുകൊണ്ട് ഇന്നുമുണ്ട്. ഇപ്പൊ ഞാനും ഇപ്പൊ മഹേഷ് ചേട്ടനൊക്കെ എന്തിന്റെ ആൾക്കാരാണ്, ഫാമിലിയുടെ ആൾക്കാരാണ്. അതുകൊണ്ട് തികഞ്ഞ ഒരു ഫാമിലി എന്റർടൈനർ ആണ്. ഒരു കാര്യമില്ല, ഞങ്ങൾ പ്രതീക്ഷ കൊണ്ട് ഞങ്ങൾ എല്ലാവരും സംതൃപ്തരാണ്. അതാണ് ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് ഞങ്ങൾ പറയാം. പിന്നെ ഇപ്പൊ സിനിമയില് പറ്റി പറയുമ്പോ ഒരു DOP എന്ന നിലയില് ഇപ്പൊ നമ്മള് ഒരു കഥ കേൾക്കുമ്പോ എത്രത്തോളം ആ കഥ മനസ്സിലാക്കിയിട്ടാണ് ക്യാമറ ഇന്നടുത്ത് വെക്കണം അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്യാറ്? അത് നമ്മൾക്ക് ഡയറക്ടർ തരുന്ന ഒരു ഫ്രീഡം പോലെയാണ്. ഡയറക്ടർ ഷോട്ട് പറയും, അപ്പോൾ അതിനേക്കാൾ ബെറ്റർ നമ്മൾ കൊടുക്കണം. അതിനേക്കാൾ ബെറ്റർ കൊടുത്തില്ലെങ്കിൽ ഡയറക്ടർ പറയുന്ന സ്ഥലത്ത് വെച്ച് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ എനിക്ക് തോന്നുന്നു ഫുൾ ഫ്രീഡം മഹേഷ് ചേട്ടൻ തന്നതുകൊണ്ട് നല്ല ബെറ്റർ ഫ്രെയിം വെക്കാൻ പറ്റുന്നതാണ്. എന്നാലും ഇപ്പൊ ഡയറക്ടർ പറയാന്നല്ലാണ്ട് അതിന്റെ അപ്പുറം കഥയും കൂടെ നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് പറ്റുള്ളൂ. സ്ക്രിപ്റ്റിൽ ഞാൻ ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്, ഞങ്ങളുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ ഒരുപാട് തിരുത്തല് എന്റെ ഭാഗത്തൊന്നും വന്നിട്ടുണ്ട്. അത് അവരുടെ ഒരു അവര് തരുന്ന ഫ്രീഡം കൊണ്ടാണ്. എന്ന് പറയുന്ന ഒരു 200 പ്രാവശ്യം ആ സ്ക്രിപ്റ്റ് വായിച്ചത്. ഞങ്ങൾ ഓരോ സീൻ എങ്ങനെ പറയണം, ഒരു ഡയലോഗ് എങ്ങനെ മാറ്റണം. കാര്യം ഒന്നാമത് ഈ ഡ്യൂറേഷനും കൂടി പോകാൻ പറ്റില്ല. ഇത്രയും ആർട്ടിസ്റ്റ് നിൽക്കുന്നുണ്ട്, അകത്ത് നിർത്തി എന്ന് പറയുന്നത് ഭയങ്കര. ഇപ്പൊ എന്റെ ആദ്യ സിനിമയ്ക്ക് 4 ആർട്ടിസ്റ്റേ ഉള്ളൂ, നമുക്ക് പ്രശ്നമില്ല. ഇതിപ്പം നമുക്ക് സലീം കോമനേറ്റർ വേണം, അല്ലെങ്കിൽ അപ്പം അന്നരാജൻ വേണം, അല്ലെങ്കിൽ ജാഫർക്ക് വേണം, അല്ലെങ്കിൽ ഗിന്നസ് വേണം. അപ്പൊ ഇവരെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം എല്ലാം ഈ 2.5 മണിക്കൂറിനകത്ത് കൊണ്ടുവന്ന് നമുക്ക് അത് ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് എല്ലാവരും കൂട്ടായിട്ട് ഇരുന്ന് അത് കറക്റ്റ് ചെത്തി മിനുക്കി എടുത്തൊരു നല്ലൊരു പ്രോഡക്റ്റ് ആണ്. കണ്ടിന്യൂസ് ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിന്റെ പോരായ്മകൾ ചിലതൊക്കെ വിട്ടുപോകും. ഒരാൾ ഫ്രഷ് ആയിട്ട് വന്ന് വായിക്കുമ്പോൾ അതിൽ നിന്ന് വീണ്ടും പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 3 പാട്ടുണ്ടായിരുന്നു. ഡ്യൂറേഷന്റെ പ്രശ്നം കൊണ്ടാണ് ഒരു പാട്ട്. എനിക്ക് പാട്ട് സിനിമയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ എന്തായാലും പിന്നെ ഞങ്ങളുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും മറ്റെന്തിനും പറഞ്ഞ പോലെ എല്ലാവരും ഈ റിവ്യൂ ഒന്നും കണ്ടുകൊണ്ട് റിവ്യൂ ബോംബിങ് ഒന്നും കണ്ട് പടത്തെ വിലയിരുത്താതെ അല്ലേ, ശരിക്കും റിവ്യൂ നശിപ്പിക്കാറുണ്ട് മൂവിനെ. ഗുണവും ദോഷവും ഒക്കെ നമ്മൾ അത്രയൊന്നും പറയാൻ ആളായിട്ടില്ലെങ്കിലും നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ മഹേഷ് ചേട്ടൻ കണ്ടുകൂടെ എല്ലാവർക്കും അറിയാം, ഫാമിലിയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത പടവും കുട്ടികൾ കണ്ടേ, അവിടെ പെർഫോമൻസ് കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ റിവ്യൂ മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ നിങ്ങൾ കുടുംബത്തോടൊപ്പം, പേരറിയാത്ത കുടുംബശ്രീ അല്ല, കുടുംബസ്ത്രീയും കുഞ്ഞാടും അത് കാണാൻ എല്ലാവരും തിയേറ്ററിൽ വന്നാൽ കാണാൻ പറ്റും, എൻജോയ് ചെയ്യുന്നത് 100% ഉറപ്പാണ്. എനിക്ക് പിന്നെ ലോവൽസാനോട് ചോദിക്കാനുള്ളത്, ഇപ്പത്തെ സിനിമയില് ഭയങ്കര ക്യാമറ വർക്കിന് ഇമ്പോർട്ടന്റ് ആണ്. ക്യാമറയുടെ ഓരോ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ട്. അപ്പൊ ശരിക്കും ക്യാമറ വെക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ ക്യാമറ വർക്കും ഒരു മൂവി ഹിറ്റ് ആവാന് പങ്കുവെക്കേണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു വിഷ്വലി ആൾക്കാർ കാണുന്നതാണ് ക്യാമറ. അത് കഥാപരമായിട്ട് തന്നെ അത് വിഷ്വലി പോകണം. ഈ സിനിമയ്ക്കും അതുപോലത്തെ വിഷ്വലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ഫ്രെയിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയൊരു ഫ്രെയിം ഒന്നും ഇല്ല. സ്ക്രിപ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്രെയിമുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ വലിയൊരു ഫ്രെയിം എന്ന് പറയാനായിട്ടൊന്നും ഈ സിനിമയ്ക്കില്ല. ഇതൊരു കുഞ്ഞു പടമാണ്, ഒരു ഫാമിലി സബ്ജക്റ്റാണ്. ആ ഫാമിലി രീതിയിൽ തന്നെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യം സിനിമയിൽ ക്യാമറ വർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല വർക്കാണ്. അത് ആ സബ്ജക്ട് പരമായിട്ടാണ് ആ ക്യാമറ വർക്ക് പോയിരിക്കുന്നത്. അതുപോലെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ആവേശം എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലുള്ള ഒരു പടമാണ്. അതിന്റെ ക്യാമറ വർക്ക് വേറൊരു രീതിയിലാണ്. ടെർബോ മമ്മൂട്ടിയുടെ പടം, അത് വേറൊരു രീതിയിലാണ് അതിന്റെ ക്യാമറ വർക്ക്. അതുപോലെ ഓരോ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്യാമറ വർക്കും. അതുപോലെ ഇതൊരു ഫാമിലി സബ്ജക്റ്റ് ആയതുകൊണ്ട് ഒരു വീട്ടിൽ നടക്കുന്നത് അങ്ങനെ ഉള്ള ഇതായതുകൊണ്ട് അങ്ങനത്തെ ചെറിയ ഫ്രെയിമുകൾ വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്തത്. ആനുകാലിക വിഷയമാണ്, അത്രേ ഉള്ളൂ. അതിനകത്ത് വലിയൊരു ഫ്രെയിം എന്നൊന്നും പറയാനോ അങ്ങനെയൊന്നും അവകാശപ്പെടാനൊന്നുമില്ല. നോർമൽ ഫ്രെയിമുകൾ വെച്ച്
കഥ പറഞ്ഞു പോകുന്ന ഒരു അതെ അതെ അതെ. scene മാത്രമേ. എനിക്ക് പിന്നെ ചോദിക്കാനുള്ളത് നമ്മുടെ ഒരു ഇപ്പൊ ഈ മൂവിയുടെ കഥ എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു സ്ത്രീക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതില് ചേരുന്നു, അവിടുന്ന് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ. അപ്പൊ ശരിക്കും ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ എന്നുള്ള ഒരു ഫാക്ടർ വരുന്നോണ്ടാണ് ഇങ്ങനെ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് വേറെ പ്രശ്നങ്ങൾ വരുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, ഈ ചോദ്യത്തിന് ഒറ്റ വരി ഉത്തരം. നമുക്ക് എന്ത് ലഹരി ഉണ്ടെങ്കിലും കുടുംബമായിരിക്കണം നമ്മുടെ ലഹരി എന്നുള്ളതാണ് അൾട്ടിമേറ്റ് നമ്മൾ, അല്ലെ? നമ്മൾ എന്തും ഒന്നും വേണ്ടെന്ന് നമ്മൾ പറയും. ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഒരു ഡയലോഗ് പറയും, പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ശരി, പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യം, ആ സൗകര്യം ഇച്ചിരി ആരും കൂടിപ്പോയി, ഈ കുടുംബശ്രീക്ക് കൂടിപ്പോയി. അതുവഴി ഈ ഭർത്താവിനുണ്ടാവുന്ന ഈ പ്രശ്നങ്ങളാണ് നമ്മൾ നർമ്മത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ള പെണ്ണായിരുന്നില്ല അവളത് നമ്മളെ കൈവരിച്ചത് കൊണ്ടെത്തിക്കുന്നു. അപ്പൊ ഒരു മെയിൽ ഈഗോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ സിനിമയിലുണ്ട്. നമുക്ക് ചിന്തിക്കും, അതായത് സാഹചര്യം അങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ സ്ക്രീൻ പ്ലേയില് ഞാനത് അങ്ങനെ കൊണ്ടുവരുന്നു. അപ്പൊ അദ്ദേഹം അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം. പിന്നെ രണ്ട് കഥകളുടെ സമന്വയമാണ് നമ്മുടെ ഈ സാധനം. അപ്പുറത്ത് ഷാജോൻ ചേട്ടൻ പോലീസും ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു വളരെ ഇത് എന്തൊക്കെയാണെന്നൊക്കെ രീതിയിലേക്ക് പോയിട്ട് ഞങ്ങൾ ആ രീതിയിൽ 2 മണിക്കൂർ ഞങ്ങൾ ഒപ്പിച്ചതാണ്. അല്ല, ഇത്തിരി ഉണ്ടായിരുന്നു അല്ലേ, അതിനെ ഇങ്ങനെ ശ്രീകുമാർ സാറിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. ഇപ്പൊ കഥ പറയണം പക്ഷെ പറയാനും പറ്റില്ല. പ്രൊഡ്യൂസർ ഡയറക്ടർ ഒരു വരി പറഞ്ഞ ഒരു കറക്റ്റ് വരി പറയാം. ഇതിനകത്ത് പള്ളിയിൽ അച്ഛൻ പറയുന്ന ഡയലോഗ് ഉണ്ട്, ദാമ്പത്യത്തിലും സാമ്പത്യത്തിലും വിഷയമുണ്ടാവുന്ന കുടുംബ സ്ത്രീകളാണ് കുഞ്ഞാടുകളായി കർത്താവിൽ അഭിമുഖം. ഇത് നേരത്തെ ഇന്റർവ്യൂ ഡയറക്ടർ പറഞ്ഞോണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു എലമെന്റ് നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. നമ്മളെന്താ പറയാ, അവർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, അവര് പറഞ്ഞത് നമുക്ക് പറയാം. നമ്മുടെ പേരിലുള്ള 2 പോസ്റ്റാണ് പ്രൊഡ്യൂസറും ഡയറക്ടറും. അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്തു, അവര് പറഞ്ഞത് നമ്മൾ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ഒന്നാം പ്രതി അവരാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കുടുംബമാണ് ലഹരി എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ എല്ലാം ഇതാണല്ലോ, എല്ലാ ഫോണാണല്ലോ. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ അനേകം വിഷയം തന്നെയാണ്. എന്നാൽ ഒരു വൾഗാരിറ്റി ഇല്ലാതെ നമ്മളിപ്പോ ഞാൻ എഴുതിയോണ്ട് പറയല്ല, പ്രിവ്യൂഷനിൽ ഞങ്ങൾ എല്ലാരും കണ്ടതിന്റെ ടോട്ടാലിറ്റി പറയാം. ഇപ്പൊ ഈ സിനിമയുടെ ടൈറ്റിൽ ഇട്ടതും പ്രൊഡ്യൂസറാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ടൈറ്റില് ഇപ്പൊ ഫോം ചെയ്യുന്ന സമയത്ത് സാർ ഇപ്പൊ റൈറ്റർ എന്ന നിലയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? എനിക്ക് ഇപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗിൽ ഞാനും മഹേഷ് ഏട്ടനും ഇരുന്ന സമയത്ത് ആ ചർച്ചയിലൂടെയാണ് എന്ത് കിട്ടിയത്. സ്ക്രിപ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് കിട്ടി, കുടുംബശ്രീ കുഞ്ഞാലും കിട്ടി. അപ്പൊ എനിക്ക് നാവശ്യാക്കുന്ന ഒരു ഉപദേശമുണ്ട് നമ്മുടെ ഡയറക്ടർ, നമ്മൾ ക്ലൈമാക്സ് കണ്ടുപിടിച്ചാൽ പിന്നെ അങ്ങോട്ട് എത്തപ്പെട്ടാൽ മഹേഷിയൊന്ന് ഉപദേശിച്ചത് ഭക്ഷണം. അപ്പൊ ഇവിടെ എന്തായി, കുടുംബശ്രീ കുഞ്ഞാടും എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് അവിടെ ലാൻഡ് ചെയ്തു. അപ്പൊ അവിടുന്ന് 2.5 മണിക്കൂർ നമുക്ക് എങ്ങോട്ട് സഞ്ചരിച്ചാൽ മതി, അവിടെ സഞ്ചരിച്ചാൽ മതി. അതിന്റെ ഒരു യാത്രയായിരുന്നു നമ്മുടെ ഈ സ്ക്രിപ്റ്റ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ റിവ്യൂസ് കൊണ്ട് കുറെ സിനിമകൾക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പലരും പറയുന്നത് ഒരു വെൽ ഡെവലപ്ഡ് ആയ സ്ക്രിപ്റ്റ് ഇല്ല, അങ്ങനത്തെ പറയാൻ, അല്ലെങ്കിൽ ക്യാമറ ശരിയായില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ശരിക്കും അതുകൊണ്ട് മാത്രം ഒറ്റയടിക്ക് നമുക്ക് അടിച്ചാക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. വേറെ സംഭവം എന്നറിയാമോ, എന്റെ ഒരു അഭിപ്രായത്തിൽ റിവ്യൂ ഉണ്ടെന്ന് ഒരു പടത്തിനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം റിവ്യൂ കൊണ്ട് ഒരുപാട് മോശം എന്ന് പറഞ്ഞ പടങ്ങൾ ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് പടങ്ങൾ ഹിറ്റ് ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. എനിക്ക് ആ പടം കാണണം, എനിക്ക് ഇഷ്ടമുണ്ട്, ആ പടം കാണണം തോന്നി കഴിഞ്ഞാൽ ഒരു റിവ്യൂ കണ്ടിട്ട് വിലയിരുത്താതെ നമ്മൾ കണ്ടിട്ട് വിലയിരുത്തണം. അതായത് റിവ്യൂ കൊണ്ട് ഒരു പടം നഷ്ടം എനിക്ക് തോന്നിയിട്ടില്ല, പേഴ്സണലി തോന്നിയിട്ടില്ല. അല്ല, ഒരു ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആയതുകൊണ്ട് ഉദാഹരണം പറയാം. നമ്മളിപ്പോ ഈ ക്രൂ ഇത്രയും വരിക്കും, നമ്മൾ ഇത്രയും പേരും പലതരം ഡ്രസ്സല്ലേ, പലതരം നിറങ്ങളല്ലേ, അപ്പൊ പല അഭിരുചികളാണ്. അപ്പൊ ഒരാളുടെ അഭിരുചി കണ്ടുകൊണ്ട് എന്ത് ചെയ്യരുത്, വിലയിരുത്തരുത്. ഇപ്പം അച്ഛാ പറഞ്ഞ കണക്ക് റിവ്യൂ കണ്ടുകൊണ്ടൊന്നും പടം പരാജയപ്പെട്ടു പോകത്തില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഭീഷ്മമുള്ളൂ. അങ്ങനെ പല റിവ്യൂസും പല ഉദ്ദേശത്തിൽ പറയുന്നത്. കാര്യം സത്യത്തെക്കാൾ കൂടുതൽ പ്രചരിക്കുന്നത് അത് കള്ളക്കഥകളാണ്. അതുകൊണ്ട് അതിന്റെ പുറകെ പോകുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ഉണ്ട്.
അപ്പൊ നമ്മുടെ പടം എന്ന് പറഞ്ഞാൽ ഈ 5 കോടിക്ക് അകത്തോട്ടൊരു പടം. അപ്പം ഞങ്ങളെ അങ്ങനെ ആക്രമിക്കരുത് അല്ലെ? അതെ, ഞങ്ങളെ അങ്ങനെ ആക്രമിക്കരുത്. കാരണം ഞങ്ങൾ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് 10-40 ദിവസം നമുക്ക് 3 ഉറപ്പൊന്നുമില്ല ചെയ്ത സംഭവം. പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ റിവ്യൂ കണ്ടോണ്ടല്ല, നിങ്ങൾ കണ്ട് ഒന്ന് വരരുത്. കാര്യം ഞാനും ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ചെയ്ത പടങ്ങളുണ്ട് അല്ലെ, അത് ഫാമിലി സെറ്റ്. അതിന്റെ ഒരുപടി മുന്നിൽ നിൽക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ബാക്കിയെല്ലാം തീരുമാനിക്കേണ്ടത് നിങ്ങൾ പ്രേക്ഷകർ. ഇപ്പൊ പൊതുവെ ഇപ്പൊ നമ്മുടെ ഈ സിനിമയിൽ ഒരുപാട് കാസ്റ്റുകളുണ്ട്. ഇപ്പൊ ഈ കാസ്റ്റുകളൊക്കെ നമ്മുടെ ഡയറക്ടർ പറഞ്ഞു എഴുതിയ ശേഷം ആപ്റ്റായ കാസ്റ്റിനെയാണ് തെരഞ്ഞെടുക്കുന്നതെന്ന്. അപ്പൊ ഒരു റൈറ്റർ എന്ന നിലയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എഴുതുന്ന സമയത്ത് ഇന്ന ആൾ അഭിനയിച്ച കൊള്ളാന്ന് ആലോചിച്ചിട്ടാണോ എഴുതാറ്? ഒരു പക്ഷെ ഞാൻ ഈ പറയുന്ന മറുപടി മറ്റ് സിനിമാക്കാർക്ക് ഇഷ്ടപ്പെടാത്ത, എനിക്ക് ആരാണ് അഭിനയിക്കുന്നത് നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ പ്രൊഡ്യൂസർ ബെന്നി സാർ മനോഹരമായ ഒരു വേഷം, അത് ബെന്നി സാറാണ് അഭിനയിക്കുന്നത് ഞാൻ നേരത്തെ അറിഞ്ഞപ്പോ എന്ത് ചെയ്തു, ഞാൻ എല്ലാ ഇവരെല്ലാം ഇപ്പൊ സലിംകുമാറേട്ടൻ എന്റെ ആരാധകനാണ്, ജാഫ്രിക ആരാധകനാണ്, വിഘ്നസേട്ടൻ എന്റെ ആരാധകനാണ്, ഷാജോൻ ചേട്ടൻ എന്റെ ആരാധകനാണ്, മണിമൂർ രാജേഷനുണ്ട്, പാഷാണ ഷാജിയുണ്ട്, കോബ്ര രാജേഷ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ചെയ്തു വന്ന സംഭവം എന്റെ ആരാധകനാണെന്ന് പറയുന്നത് അവരെല്ലാം എന്റെ ആരാധകരാണ്. കഥാപാത്രങ്ങൾ ഈ നടന്മാർ അവരുടെ ആരാധകരല്ലേ? എന്ത് സാർ ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് ഞാൻ അവരെ ആരാധിക്കുന്നവരാണ്. ആദ്യം എന്റെ ആരാധകരാണ് അങ്ങോട്ട് മാറി പോയത്. ഞാൻ താങ്കൾക്ക് പറ്റിയ ഇരയല്ല. ഞാൻ സാറൊന്ന് പറയുന്നത് ഫുള്ള് കേട്ടിട്ട് പോയി തിരിച്ചു വയ്ക്കാന്ന് വിചാരിച്ചു നിൽക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിൽ കൊച്ചിലെ സലിംകുമാറിന്റെ തന്നെ കൊച്ചിലെ ഇഷ്ടപ്പെട്ടു ഭയങ്കര. പിന്നെ എന്റെ സ്റ്റൈലിലൊക്കെ സലിംകുമാറിന്റെ ഒരു ചായ പറ്റും പറയുന്നു. അപ്പൊ ഞാൻ എഴുതുന്ന സമയത്ത് തന്നെ ഡയറക്ടർ മഹേഷ് എടുത്ത് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ എല്ലാ ആൾക്കാരെ കിട്ടിയ കൊള്ളാം. അപ്പം നമ്മുടെ പ്രൊഡ്യൂസർ നമ്മുടെ വേഷം ചെയ്യുന്നുണ്ട്, ഒരു കൂട്ടക്കളി ആയിക്കോട്ടെ പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചു. പ്രൊഡ്യൂസർ സമ്മതിച്ചു, ഡയറക്ടർ സമ്മതിച്ചു. അങ്ങനെയാണ് എന്റെ രീതി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി എളുപ്പം. ആ കഥാപാത്രങ്ങളിൽ നിന്നും പ്രേക്ഷകർ എന്താണ് ആഗ്രഹിക്കുന്നത്, ഹ്യൂമർ സെക്ടർ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെനിക്കറിയാം, കാര്യം ഞാൻ എല്ലാ സിനിമയും ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കാണുന്നത്. അതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി തന്നെ ഡെവലപ്പ് ചെയ്ത സ്ക്രിപ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ശരിയെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഇപ്പൊ അവിടെ ചർച്ച ഞാൻ ബ്രഹ്മകുളത്ത് ബാഷ്മോന്റെ വീട്ടിൽ നിന്നായിരുന്നു തൃശ്ശൂർ. അന്നേരം സിദ്ദിഖിയാണ് ആവേശം ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ എഴുതി സിദ്ദിഖി അതാണ് ആ എഴുത്ത് അതുപോലെ വന്നത്. അത് ഇത് ലെനയാണെന്ന് പറഞ്ഞു ചെയ്തത്, അപ്പോ മറ്റേ സുരാജേട്ടനാണെന്ന് പറഞ്ഞു ചെയ്യുന്നത്. അപ്പൊ അവര് കണ്ടു കഴിഞ്ഞാല് അപ്പൊ ആ സിദ്ദിഖിക്ക് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ ഈ കഥാപാത്രം ഞങ്ങൾ ജാൻജിക്ക് ഒരു വ്യത്യസ്തത കൊടുത്തിട്ടുണ്ട്. ജാൻജിക്ക് വേണ്ടി എം ജി ശ്രീകുമാരൻ ആദ്യമായിട്ട് പാടുന്നു. അദ്ദേഹം പാട്ടിനെ നൃത്തച്ചൂടൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടാലിറ്റി നേരത്തെ പറഞ്ഞാണെങ്കിൽ കേരളം മൊത്തം മഴ പെയ്തു, കോട്ടയത്ത് ഞാൻ ലൊക്കേഷൻ മഴ പെയ്തില്ല എന്ന് പറഞ്ഞതുപോലെ സർവേശ്വര കൃപയാലും ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടു. എല്ലാം പോസിറ്റീവായിരുന്നു. ഇനി റിലീസ് കൂടെ പോസിറ്റീവായിട്ട് പോട്ടെ. ഈ ഹ്യൂമൻ സെറ്റയർ അല്ലെങ്കിൽ ഹ്യൂമർ എന്ന് പറയുന്നത് ഇപ്പത്തെ കാലത്ത് പണ്ടത്തെ അത്രയും ഏൽക്കാറുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞുതരാം. ഹ്യൂമർ ഭയങ്കര റിസ്ക്കാണ്. കാരണം നമ്മുടെ കോവിഡിന് ശേഷം നമ്മുടെ ഫോണിൽ വരുന്ന ഈ പറയുന്ന ചാനൽസിലെ കോമഡീസ് ഇല്ലേ, അതിന്റെ കൂടെ ഒക്കെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസം. അതുകൊണ്ടാണ് ഈ ഫോണിന്റെ ഉപയോഗം കൂടിയപ്പോഴത്തേക്ക് അപ്പൊ ഞാൻ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. ഇപ്പൊ സ്കിറ്റാണ്, സ്ക്രിപ്റ്റ് ആണ്, സിറ്റ്കോം ആണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ അളിയൻസ് പരമ്പര എഴുതി വന്നത്. അളിയൻസ് സിറ്റ്കോം പരമ്പര 250 എപ്പിസോഡ് എഴുതി വന്നതാണ്. അപ്പൊ നമ്മൾ ഹ്യൂമറിനെ ഭയക്കുന്നത് എന്താണ്, ഇതൊക്കെ മേലുള്ള സാധനങ്ങളാണ് ഫോണിലും ഈ ചാനലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ഞാൻ ഈ സിനിമയിലെ ഹ്യൂമർ പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ മഹേഷ് ഏട്ടനുമായിട്ടും പ്രൊഡ്യൂസറുമായിട്ട് ചർച്ച ചെയ്തിട്ട് ആ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് വീണ് കിട്ടിയ ഹ്യൂമറുകൾ മാത്രമല്ല മച്ചാ, ഒന്നും എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തു. ആ എഴുതുന്ന സമയത്ത് സിറ്റുവേഷനിൽ എഴുതി പേന എടുത്ത് വെച്ചിട്ട് എന്ത് വീണോ ആ കഥാപാത്രം അറിയാമല്ലോ, അങ്ങനെ കിട്ടിയ ഹ്യൂമറാണ്. അപ്പൊ നമ്മൾ ഭയക്കേണ്ടത് എന്താണ്, ഒരു സീരിയസ് മാറ്റർ എങ്ങനെ നമ്മൾ പറഞ്ഞു പോകും. ഈ ഹ്യൂമർ ഭയക്കുന്നത് എന്താണ്, ഈ ഫോണിലും ഇപ്പൊ വന്ന വലിയ വലിയ കൊച്ചു കൊച്ചു ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിന് മുന്നിൽ
നമ്മളത് കാശ് കൊടുക്കാതെ കാണും. ശരി, റീൽസ് പോലെ എന്ത് റീൽസ് കയറി വരുന്നത്, ഇത് കാശ് കൊടുത്ത് അവിടെ പോയി ഇത് കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് ഇതിനകത്ത് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ വരുമെന്ന വിശ്വാസത്തിലാണ് തിരക്കഥാകൃത്തായ രീതിയിൽ ഞങ്ങൾ ഇരിക്കുന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ തന്നെ വരുന്ന കാണണം. എക്സ്പീരിയൻസ് എനിക്ക് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ രോമാഞ്ചം എന്ന് പറഞ്ഞ മൂവി ഞാൻ തിയേറ്ററിൽ കണ്ട മൂവിയാണ്. പക്ഷെ ടി വിയിൽ കണ്ട പല ആൾക്കാർക്കും മീൻസ് OTT വരുമ്പോ കുറെ സിനിമ നെഗറ്റീവ് വരുന്നുണ്ട്. ഒരുപാട് സിനിമ അത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചൊരു പടമാണ് OTT കണ്ട ആൾക്കാർ. പക്ഷെ അത് തിയേറ്ററിൽ ആസ്വദിക്കേണ്ട ഒരു മൂവിയായിരുന്നു. കാര്യം അതിന്റെ ചെറിയ 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 കോമഡികളൊക്കെ നമുക്ക് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ചിരിയുണ്ടായിരുന്നു. ടി വിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് അത് മിസ്സായി, ചെറിയ ചെറിയ സാധനങ്ങൾ മിസ്സായി. അതെനിക്ക് അന്നും ശരിക്കും ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. മൂവി എന്ന് പറഞ്ഞാൽ അത് തിയേറ്ററിൽ തന്നെ കാണണം. അല്ലാതെ നമ്മൾ എന്ത് അത് പിന്നെ ഫൈറ്റ് ആണെങ്കിലും കോമഡി ആണെങ്കിലും ട്രാജഡി ആണെങ്കിലും അത് തിയേറ്ററിൽ തന്നെ കാണണം. അല്ലാതെ ഇനി എവിടെ കണ്ടിട്ടും അതുപോലെ കുട്ടി ചോദിച്ചാൽ നമുക്ക് എന്റെ ഗുരുനാഥന്മാരിൽ ഉള്ളവരാണ് ജിബു ജേക്കബ് സാറ്, സഞ്ജയ് മോഹൻ സാറ്, ഇവരെന്റെ അടുത്ത് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ഹ്യൂമർ എന്നും അന്നും ഒരു മാറ്റവും ഇല്ലാതെ പോകുന്ന ഒരു സാധനമാണ് ഹ്യൂമർ. മറ്റേത് കുറച്ച് കഴിയുമ്പോൾ ത്രില്ലർ മടുക്കും, സസ്പെൻസ് മടുക്കും വരുമ്പോഴും ഹ്യൂമർ അന്നും എന്നും ശ്രീനിവാസൻ സാറ് അത്രയൊന്നും ആയിട്ടില്ല നമ്മള്. അപ്പൊ നമ്മൾ ആ ഒരു പാറ്റേൺ അതാണ് നമ്മളത് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ പൊതുവെ നമ്മള് ഫിലിം എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ, PR വർക്ക്സ് അങ്ങനെ ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിനെല്ലാത്തിനും കാസ്റ്റുകളും വരണം എന്നുള്ളത് നിർബന്ധമായിട്ട് തോന്നുന്നുണ്ടോ? നമ്മുടെ ഈ ഇപ്പൊ പ്രൊമോഷൻ, ഫിലിം പ്രൊമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അതൊരു PR വർക്കിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ നമ്മൾ അതിനെല്ലാത്തിനും അതിന്റെ മൂവീസിന്റെ കാസ്റ്റുകളും വരണം എന്ന് നിർബന്ധമായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും വരണം. കാര്യം അവരും ആ പാടത്തിന്റെ പാർട്ടായിട്ടുള്ള ആൾക്കാർ, കാസ്റ്റും വരണം. അവരുടെയും കൂടെ സിനിമയല്ലേ. ഇപ്പൊ നമ്മുടെ ടെക്നീഷ്യന്മാരുടെ മാത്രം മൂവിയല്ല, ശരിക്കും ജനങ്ങൾ കാണുന്നത് അവരെയാണ്. അപ്പൊ അവര് വന്ന് ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണ് കൂടുതലും ജനങ്ങൾക്ക് കാണാൻ ഇഷ്ടം അവരെയാണ്. പിറകിലിരിക്കുന്ന നമ്മുടെ അല്ല. നമ്മളെ പലർക്കും വേണ്ട, നമ്മളെ ആരും കാണുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജനങ്ങൾക്ക് ആവശ്യം കാണുന്ന ഫ്രെയിമിൽ കാണുന്ന അവരെയാണ്. അപ്പൊ അവരുടെ ഇന്റർവ്യൂ കാണാനാണ് അപ്പൊ അവര് വരണം. അവരുടെയും കൂടെ സിനിമയാണ്. അവര് വന്ന് തന്നെ ഇന്റർവ്യൂ കൊടുക്കണം. അതിനകത്തൊരു ഞാൻ മാർക്കറ്റിംഗ് സെക്ഷൻ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞത്, മനുഷ്യരെല്ലാം ഭയങ്കര തിരക്കാണ്. അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് എന്ത്. ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂ ഞങ്ങളുടെ കൂടെ ധ്യാൻജിയോ ബാക്കിയിലായിരിക്കും എന്ത് ചെയ്യും, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ബേസിക്കലി അതിന്റെ പ്രാധാന്യം എന്താണ്? അതൊരു മറ്റ് തിരക്കുകളിൽ പോകുന്ന മനുഷ്യർക്ക്, ഇപ്പൊ കുടുംബശ്രീ കുഞ്ഞാടും എന്നൊരു പടം വരുന്നുണ്ടല്ലോ, അത് എങ്ങനെ ഓർമ്മപ്പെടുത്താം, അതിന്റെ പാത്താണ് എന്ത് ഈ പറയുന്ന ഓൺലൈനായാലും ആർട്ടിസ്റ്റ്. ഓക്കെ, അല്ല ചോദിച്ചതല്ല, കാസ്റ്റ് ഇവിടെ വരണമെന്നാണ്. ആർട്ടിസ്റ്റ് ഇവിടെ വരണമോ എന്നാണ് ചോദിച്ചത്. ആർട്ടിസ്റ്റ് ഇവിടെ വരണം. എന്ത് തിരക്കുണ്ടെങ്കിലും അവരുടെ എന്ത് തിരക്കുണ്ടെങ്കിലും അവര് ചെയ്ത പടമല്ലേ, ഏത് പടമാണെങ്കിലും. ഇപ്പൊ ഇതല്ല, ഏത് പടത്തിനാണെങ്കിലും അവരും കൂടെ ചെല്ലണം. ശരിക്കും സോഷ്യൽ മീഡിയ ഇങ്ങനെ കുറെ യൂട്യൂബ് ചാനലും കാര്യങ്ങളും വന്നുകൊണ്ടാണ് ശരിക്കും നമ്മളെ പോലെയുള്ളവരെയും കൂടെ തിരിച്ചറിയുന്നത്. ഓഡിയൻസ് ഇങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്, ഇങ്ങനെ ക്യാമറാമാൻ ഉണ്ട്, ഒരു റൈറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ട്, കൺട്രോളർ ഉണ്ട്, ഇങ്ങനെയുള്ളവരാ. ഇല്ലെങ്കിൽ ഒരു എത്ര പേര് ടൈറ്റിൽ വായിക്കുന്നുണ്ട്? തിയേറ്ററിൽ കാണുന്ന ടൈറ്റിൽ എത്ര പേര് വായിക്കുന്നുണ്ട്? എത്ര ഓഡിയൻസിന് അറിയാം? ആർക്കും അറിയില്ല. ഇതിന് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ആരൊക്കെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്, ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ആര് വായിക്കുന്നു? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെയുള്ള കുറെ ഓൺലൈൻ മീഡിയ വന്നത് ശരിക്കും പോസിറ്റീവ് തന്നെയാണ്. എല്ലാം പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളെ പോലെയുള്ള കുറെ ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ഒരു കോമഡി പറഞ്ഞു, ഞാൻ വീട്ടിൽ കറണ്ട് പോയപ്പോൾ ആ സീരിയൽ അപ്പോഴേ എന്ത് ചെയ്തു, ഫോണിൽ എടുത്ത് അപ്പോഴേ ഫോണിൽ കയറി എന്ന് പറയുമ്പോ എല്ലാം എന്തായിട്ട് മാറി, സോഷ്യൽ മീഡിയ ആയിട്ട് മാറി. ടിവിയിൽ എന്തില്ല, ആവശ്യമില്ല, ടിവിയുടെ ആവശ്യമൊന്നുമില്ല. കറണ്ട് മെന്നാന്നുള്ള സംഭവം വൈഫ് മൂടൊക്കെയാണോ. അപ്പൊ ഞാൻ ഈ കറണ്ട് പോയിട്ട് അതേ ഓളി ഇവിടെ കാര്യം സോഷ്യൽ മീഡിയ. പണ്ട് അമ്മാരി പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ലോകം കൈക്കുമ്പില്ലെന്ന് പറഞ്ഞിട്ട് അമ്മാരി എന്ത് തുടങ്ങിയത്, മൊബൈൽ തുടങ്ങി. ഇപ്പൊ ലോകം എവിടെയാണ്? കൈക്കുമ്പിള്ളായോണ്ട് ഈ പറയുന്നവരെല്ലാം വന്നാൽ കൈക്കുമ്പിൾ ആകണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞത്, എല്ലാവരും വന്ന് ആ സിനിമയെ ഇത്രയും വീരുടെ കഷ്ടപ്പാടാണ്.
ഉറക്കമില്ലാതെ ചെയ്തു. ഇല്ലായ്മ വരുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ഈ പറയുന്ന അനാവശ്യമായിട്ട് റിവ്യൂ പറഞ്ഞപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഇപ്പൊ വേൾഡ് ട്രേഡ് സെന്റർ വർഷങ്ങളും ഉണ്ടാക്കിയെടുത്തതാണ്. 2 ഫ്ലൈറ്റ് വന്ന് കയറിയപ്പോൾ അതൊക്കെ തീർന്നു. അപ്പൊ ഈ റിവേഴ്സ് ഈ ഫ്ലൈറ്റുകൾ ആവരുത് എന്ന് മാത്രമേ പറയാൻ. എന്തെങ്കിലും സാറിന് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുണ്ടോ? ഇത്രയേ ഉള്ളൂ. സിനിമ നമ്മള് തിയേറ്ററിൽ പോയി കാണുക, പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അല്ലാതെ നമ്മൾ OTT-യിൽ വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നത്. തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ നമ്മുടെ ഈ പ്രൊഡ്യൂസർ ഇനിയും പടം എടുക്കുകയുള്ളൂ. ശരിയാ. നമുക്ക് പ്രൊഡ്യൂസറാണ് വേണ്ടത്. നമുക്ക് ചെവരുണ്ടെങ്കിൽ പടം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ പടം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പ്രൊഡ്യൂസറെ സേവ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ പോയി പടം കാണണം. അത് ഓഡിയൻസ് തന്നെ വിചാരിക്കണം, ഓഡിയൻസ് തന്നെ പോയി കാണണം, കണ്ട് സഹായിക്കണം. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, ഞാനിപ്പം പറഞ്ഞു കഴിഞ്ഞു. അതാണ് വിഷയങ്ങൾ കോർത്തിണക്കി കുടുംബ പ്രേക്ഷകർക്കായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന ഒരു പ്രോഡക്റ്റാണ് കുടുംബശ്രീ കുഞ്ഞാട്. 4-ാം തീയതി സ്കൂള് തുറക്കുകയാണ് തിങ്കളാഴ്ച. അപ്പൊ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഫാമിലിക്കൊപ്പം കയറി പടം കണ്ട് ഫസ്റ്റ് ഡേ ഉറപ്പെടുത്തിയ സ്കൂൾ തുറക്കുന്നു. വെറുതെ ഓർമ്മപ്പെടുത്തി. എന്നാലും സ്കൂളൊക്കെ തുറക്കണപ്പോ എല്ലാരും കണ്ടല്ലോ. അതാണ് സാറ് പറയുന്നത് അല്ലേ? 3 ദിവസം ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് കേട്ടതാണ് ശ്രീകുമാർ സാറിന് കുറെ ഫാൻസ് ഒക്കെ ഉണ്ടെന്ന്. ശരിക്കും ഉണ്ടാ? ഫേസ്ബുക്കിലൊക്കെ ഫാൻസ് ഉണ്ടെന്ന്. ഫേസ്ബുക്കില് ഫാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ട്. നേരത്തെ ഈ പറഞ്ഞ കണക്ക് എല്ലാവരും ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെ എന്റെ ഒരു സ്ക്രിപ്റ്റ് വരുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള അപ്പോ ഞാന് മാർക്കറ്റിംഗിൽ നിന്ന് വന്നത് കൊണ്ടും അളിയൻസ് പരമ്പര വന്നുകൊണ്ട് പ്രേക്ഷകരിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യണം. ശരിയല്ലേ? ആ ഒരു സ്റ്റൈലുള്ള ആളാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഞാൻ പിന്നെ ഗമയ്ക്ക് അടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്നാലും എന്റെ അളിയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ദുബായിൽ നിന്ന് വന്നപ്പം എന്റെ ഫോൺ ഫ്ലൈറ്റിൽ നിന്ന് അടിച്ചു മാറ്റി. ദുബായ് എയർപോർട്ട് വെച്ചിട്ടാണ്. ഞാൻ വളരെ വിഷമത്തോടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. 6700 പേരാണ് എന്റെ ആ പോസ്റ്റ് ഷെയർ ചെയ്തു. ഇപ്പഴും കിടപ്പുണ്ട്. ശ്രീകുമാർക്കിൽ അടിച്ചാൽ മതി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഒരു പോസ്റ്റ് 6700 പേര് ഷെയർ ചെയ്യണമെങ്കിൽ അപ്പൊ നമ്മള് എന്തൊക്കെയാണെന്ന് തോന്നി എല്ലാം ഞാൻ ഇടും. ഇന്ന് തന്നെ ഇപ്പൊ കുറെ കയറി കഴിഞ്ഞു. അവിടെ പോസ്റ്റ് കയറി കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അണിയറ പ്രവർത്തകരിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാ സോഷ്യൽ മീഡിയ അല്ലേ ഇപ്പൊ അതുകൊണ്ട് സജീവമാണ്. അപ്പോ എല്ലാരും മെയ് 31-ാം തീയതി മുതല് നമ്മുടെ സിനിമ കണ്ട്. സോഷ്യൽ മീഡിയ ഫ്രണ്ട്സിനോട് പ്രത്യേകം പറയുന്നത് അത് ഞാനത് എന്റെ തൊഴിൽ കേറുന്നുണ്ടോ? ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് പോസ്റ്റ്. ഈ 6000 പേരെന്നൊക്കെ പറയുമ്പോ എല്ലാരും ഒരുമിച്ച് വന്നാല് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ കുറച്ച് പേരായിട്ട് വെൽക്കം ചെയ്യുള്ളൂ. നമുക്ക് ഹൗസ്ഫുൾ ആക്കണല്ലോ സിനിമ. അതൊരു വല്ലാത്ത ചോദ്യമായി പോയി. വരുമോ എന്ന് അല്ല അങ്ങനെ ഞാൻ ആലോചിക്കട്ടെ ചോദിച്ചത്. ഇതുവരെ വളരെ മനോഹരമായിട്ട്. അപ്പൊ ഇപ്പൊ 6500 പേര് ഷെയർ ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഫേസ്ബുക്ക് എന്ന് പറയുമ്പോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പൊ അവരോടൊക്കെ എങ്ങനെ ഫ്രീ ടിക്കറ്റോ അങ്ങനെ വല്ലതും കൊടുക്കോ? അല്ല, അവര് ഫ്രീ ടിക്കറ്റിന്റെ അതല്ലെങ്കിൽ നമുക്ക് ഹൗസ്ഫുൾ ആക്കണല്ലോ. അപ്പൊ അവരോട് റിക്വസ്റ്റ് ചെയ്യാം. ഫ്രീ ടിക്കറ്റ് കൊടുത്ത് നഷ്ടമായിരിക്കും. അപ്പൊ അതുകൊണ്ടല്ല നമ്മൾ ഫ്രീ ടിക്കറ്റിന്റെ പരിപാടി വേണ്ടി വരത്തില്ല. അപ്പൊ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ശ്രീകുമാർ അറക്കൽ എന്ന് പറയുന്ന ആൾക്കാരെ അറിയുന്നവരെല്ലാരും അവരുടെ ഫ്രണ്ട്സും എല്ലാം സിനിമ കാണും എന്ന ശുഭ പ്രതീക്ഷ എനിക്കുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു നേരത്തെ 6000 ഷെയർ പോസ്റ്റ് ഷെയർ ആയെന്ന് പറഞ്ഞില്ലായിരുന്നു. എൻ്റെ ഫ്ലൈറ്റിൽ വെച്ച് എൻ്റെ മൊബൈൽ ഫോൺ പോയത്. അപ്പൊ എന്തായാലും എന്നെ സ്നേഹിക്കുന്ന സോഷ്യൽ മീഡിയയിലെ പ്രിയപ്പെട്ടവർ അല്ല താരത്തേക്കാൾ ഉപരി ഞാൻ എഴുതി വന്ന ഞാൻ അളിയൻസ് ആയാലും എന്നാലും എന്റെ അളിയായാലും ഞാൻ എഴുതി വരുന്ന ഹ്യൂമറാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ ശത്രുക്കൾ എന്ത് കാണാൻ കയറും, ഇവൻ എന്താണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാനും 1% ആൾക്കാർ കയറും. അല്ലല്ല, നമുക്കിപ്പോ ഈയിടെ സോഷ്യൽ മീഡിയ വായിച്ചൊരു നമ്മൾ വളരണമെങ്കിൽ സുഹൃത്തുക്കൾ വേണം,
അതിശക്തരായി വളരണമെങ്കിൽ ശത്രുക്കളും വേണം ശത്രുക്കളും എന്ന് വേണം. പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സിനിമ കയറി കാണും. അദ്ദേഹം മോശമൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ മോശമൊന്നുമല്ല. ലോവൽ സി ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫേമസ് ആണ്. അപ്പൊ ഞങ്ങള് അപ്പൊ നമ്മളുടെ നാട് ഓടുമ്പോ നടുവേ ഓടുക എന്ന് പറയുന്ന രീതിയിൽ എല്ലാ ഫ്രണ്ട്സും കയറി കാണും. പിന്നെ ഈ ഇന്റർവ്യൂ അതിന് ഉപയോഗിക്കുകയാണ് ഒരു പരസ്യമായിട്ട്. എല്ലാവരും കയറി കാണണമെന്ന് താഴ്മയായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സിനിമ കാണട്ടെ എന്ന്, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് എല്ലാവരും സിനിമ ഒന്ന് കാണട്ടെ എന്ന് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇത്ര നേരം നമ്മുടെ നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.